അങ്ങനെ ഇന്ന് എക്സിക്യൂട്ടീവ് ലാസ്റ്റ് ഡേ ആണ്. ഇനി 2.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഡേ കയറി പോകുന്നത്. ഇനി ഈ ഡേ കയറില്ല, വേറെ ഡേ കയറാം. ഹലോ എന്ന് പറഞ്ഞേ. അങ്ങനെ 30ാമത്തെ ദിവസമാണ് ഡയറ്റ് തുടങ്ങിയിട്ട്. ഇത്ര നാൾ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്ന ആദ്യമായിട്ട് തോന്നുന്നു അല്ലേ. അങ്ങനെ ജിമ്മിലേക്ക് നേരെ വിടുകയാണ്. രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. എക്സിക്യൂട്ടീവ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഡേ കെയറിൽ. ചെറിയ തണുപ്പുണ്ടല്ലേ, അതാ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ജേണി തുടങ്ങിയിട്ട് 30ാമത്തെ ദിവസമാണ്. 30 ദിവസം പിന്നിടുമ്പോൾ എന്താണ് ചെക്കു, 30 ദിവസം ഡയറക്റ്റ് ഷുഗറൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കോഫിക്കകത്ത് പോലും ഷുഗർ നേടിയിട്ടില്ല. ചെക്കു 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അല്ല, കോഫിയിൽ ഷുഗർ ഇടാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു തുടങ്ങിയതിന് ശേഷം മൊത്തം നോക്കിക്കഴിഞ്ഞൊരു 3-4 പ്രാവശ്യം സ്വീറ്റ് കഴിച്ചിട്ടുണ്ട്. അതായത് കേക്ക് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ മറ്റേ ചോക്ലേറ്റ്, അത് ജസ്റ്റ് 3-4 പ്രാവശ്യം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് 30 ദിവസത്തിനുള്ളിൽ അല്ലാതെ ചായയിൽ മധുരം ഇടുവാട്ടലെയും മധുരമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഡേറ്റ്സ് ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡേറ്റ്സും ഷുഗറാണെന്നറിയാം, എങ്കിലും നമുക്ക് ഡയറക്റ്റ് നമ്മൾ വൈറ്റ് ഷുഗർ ഇട്ട് കഴിക്കുന്നതിനേക്കാളിലും കുറച്ച് ഗുണങ്ങളുള്ള ഷുഗർ നമ്മുടെ ബോഡിയിൽ ചെല്ലും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇത് കഴിക്കുമ്പോൾ. അതാണ് ആ ഡിഫറൻസ്. എന്തായാലും 30 ദിവസം കൊണ്ട് കാഴ്ചയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും പക്ഷേ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര സംതൃപ്തിയുള്ള 30 ദിവസങ്ങളായിരുന്നു. അപ്പം രാവിലെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് വെയിറ്റ് ഇട്ട് ചങ്ങായി, ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്താൽ പോരെ. ഷൂട്ടിങ് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു. അങ്ങനെ വെക്കേഷൻ തുടങ്ങിയാണോ, അതായത് വെള്ളം ലാഭം, സൗന ചെയ്തു, കുളിച്ചു, കറണ്ട് ലാഭം, വെള്ളം ലാഭം. നമ്മൾ മാസം 43 യൂറോയോളം ഇവിടെ കൊടുക്കുന്നതാട്ടോ ജിമ്മിന് വേണ്ടിയിട്ട്. അപ്പം ജിമ്മ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇന്നും ലേറ്റായി. ഞാൻ കഴിച്ചിട്ട് വന്നുകൊണ്ട് കുഴപ്പമില്ല. നമ്മളപ്പം പിന്നെ സാധനം മേടിക്കാൻ വന്നതാണ്. അന്നേരം എന്തേണ്ട, നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ഈ ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇതും ഓപ്പൺ ചെയ്ത് വെച്ചാൽ ജസ്റ്റ് എൻ്റെ ആ ടോപ്പ് കവറൊന്ന് ഓപ്പൺ ചെയ്ത്. ഓർഗാനിക്കായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ഷൈനിങ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നതിന്. ഇതിൻ്റെ ഇച്ചിരി കൂടി ഒരു ഇത് സ്വീറ്റ്നെസ് കൂടിയത്. പക്ഷേ ഇതാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇഷ്ടം. സ്വീറ്റ്സിനോടൊക്കെ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഇവിടെ കാണുന്നതല്ല. ഇതുകൊണ്ട് പിസ്താഷ്യോയുടെ ഡോനട്ട് പോലത്തെ സംഭവമൊക്കെ വന്നിരിക്കണം. അതിനകത്ത് ക്രീം ഫില്ലിംഗ് ഒക്കെ, ക്രീം ബണ്ണ് പോലെ. ഓ എക്സ്പ്രഷൻ കാണ്, ഓടിക്കുവാണ് ഇവിടുന്ന്. ഒന്നും സാധനങ്ങൾ എടുത്തു വെക്കാൻ പോലും സമയം കിട്ടിയില്ല. നല്ല വിശപ്പായിരുന്നു. ബ്രെഡ് ഗോഡ് ചീസ് ആണേ, മറ്റേ ആടിന്റെ ചീസില്ലേ, ആട്ടുംപാലിൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഗ്രിൽ ചീസ്, അത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച്. സാധനങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. കഴിച്ചിട്ട് ചെയ്യാം അല്ലേ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്കും 11 മണിയായിരുന്നു. ബ്രഞ്ച് കാരണം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഏറെക്കുറെ ഈ ഒരു ടൈമിൽ വരും. 11 മണിയാകാറേ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സ്നാക്ക് എന്നുള്ള രീതിയിലെടുത്തു. നമ്മൾ ഇന്നിപ്പോൾ മെയിൻ ഡിഷായിട്ട് എടുക്കാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ കുറച്ച് ബ്രക്കോളി പുഴുങ്ങുന്നുണ്ട്, ഉപ്പിട്ട് പുഴുങ്ങും. എന്നിട്ട് അതിൻ്റെ കൂട്ടി സൈഡ് എന്തെങ്കിലും നോൺ വെജ് കൂട്ടി കഴിക്കും, സാലഡും കൂട്ടിയിട്ട്. നമ്മൾ പണിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു, ബ്രക്കോളി പുഴുങ്ങി വെച്ചു, ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ അത്യാവശ്യം പരിപാടികളെല്ലാം ഒതുങ്ങി. ഇനിയിപ്പം പിള്ളേർ സ്കൂളിലിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി അവരുടെ ഗ്രാജുവേഷൻ പാർട്ടിക്ക് പോവാം കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനും എസക്കുട്ടനും ജോൺകുട്ടി നാട്ടിൽ, ഇച്ചാനും മാളും ചക്കി മാത്രമായിരുന്നു ഇവിടെ. അങ്ങനെ അവർ ഒരുങ്ങിപ്പോയ വീഡിയോ കുറേ പേരെ കണ്ട് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ചായ? കഴിഞ്ഞ വർഷം ഈ സമയത്തല്ലായിരുന്നോ മാളൂരെയും കൊണ്ട് ഒരുക്കി പോയതോ, ചക്കീനെ മാളൂരെ ഒരുക്കി കൊണ്ടുപോയതോ ഞങ്ങൾ നാട്ടിലും.
അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ശരിക്കും നല്ല വെതറാണിന്ന്. നമ്മുടെ പൂവ് വാടിക്കൊഴിഞ്ഞ് തുടങ്ങി. ഇനിയിപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ എല്ലാ മീലും വീട്ടിൽ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അരിയും ഉഴുന്നും അവലും കൂടി കുതിർത്തിട്ട് കേട്ടോ. പിള്ളേരുടെ ടീച്ചർമാർക്ക് കൊടുക്കാനായിട്ട് പൂ മേടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പം ട്രോട്ട് ഫിഷാണ്. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് 2 സൈഡായിട്ട് നമ്മളിങ്ങനെ അതിനെ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ഇന്നലെ ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു കഴിച്ചത്. അപ്പം ചിക്കൻ ബ്രസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുപ്പിച്ചതാകുമ്പോൾ നമുക്ക് ചിക്കനാണ് പെട്ടെന്ന് മടുക്കണേ. പക്ഷേ അതേസമയം ഫിഷ് നമുക്ക് ഇഷ്ടമാണ്. അടുപ്പിച്ച് എത്ര തവണയായാലും നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഫിഷാക്കുമോ എന്ന്. അങ്ങനെ നമ്മുടെ അതിൻ്റെ സ്കിന്ന് നല്ല മൊരിക്കാനായിട്ട് ഞാൻ വെച്ചതാണ്. അത് മൊരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. വലിയ കുഴപ്പമില്ലല്ലോ. മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല നമ്മളാ കഴിക്കുന്ന സാമാനിൻ്റെ ടേസ്റ്റ് ഉണ്ട് നോക്കിയേ. എനിക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആണോ? കേട്ടോ എൻ്റെ പോർഷൻ. എസക്കുട്ടിയുടെ ഡേ കെയറും കഴിഞ്ഞു. ഇനി വെക്കേഷനാണ്. എസക്കുട്ടി 2.5 മാസം അല്ലേ വീട്ടിലാണ്. എസക്കുട്ടി ഇതുവല്ല അറിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അവൻ്റെ സാധനങ്ങളെല്ലാം ഡേ കെയറിൽ എംറ്റി ആക്കണം. എസക്കുട്ടിയുടെ ബാഗ് പപ്പ വെച്ചിട്ടെടുക്കാം. പപ്പ എടുക്കാം. ടാറ്റാ ബൈ 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 പക്കൊത്തി. ഓടി പാഞ്ഞു വന്നാണേ. പാലില്ല. ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ചത്തു പോത്തുന്നില്ല. ഇത്രയും പാലേ ഉള്ളൂ. ഇത് ചായ ഇങ്ങനെ ചായ എന്റെ പൊന്നോ, എന്നാ ഒരു പിഞ്ചു മനസ്സാണ് നിന്റെ. ഇത്ര ചാഞ്ചാട്ടം തന്നെടി. കുപ്പി അത് കഴിഞ്ഞിട്ട് ചായ 30ാമത്തെ ദിവസം ബ്രേക്ക് ചെയ്തു. റൂള് ബ്രേക്ക് ചെയ്തു. ഒരു ചായ കുടിക്കുന്നുള്ളൂ. അല്ല പിന്നെ ഇരിക്കട്ടെ. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇതിപ്പോ കൊച്ചു പിള്ളേരുടെയാണ്. എന്നാണ് മറ്റേ അതിന്റെ പേരാ ചക്കി നിങ്ങളുടെ എന്നാ സംഭവം കേവാത്തിയോള റെഡിയായോ? കേവാത്തിയോളക്ക് ജോൺകുട്ടി കൊടുക്കാനുള്ള പടമൊക്കെ റെഡി ആയിട്ടുണ്ട്. കുമ്മിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അപ്പന്റെ ഒരു കണ്ട അപ്പന്റെ യൂഹളയാന്ന് തോന്നുന്നു. യൂഹളാന്ന് പറഞ്ഞാ പാർട്ടി. അകത്ത് ഷൂ ഒന്നും ഇട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 30 ദിവസം നമ്മുടെ ഈ ഡയറ്റ് പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ കിടക്കുമ്പോൾ കൂർക്കം വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നോട് ചോദിച്ചു എത്ര പ്രായം കുറവുണ്ട്. ഞാൻ പറഞ്ഞു പ്രായം എത്ര കുറയണം എന്നുള്ളതല്ല, വർഷങ്ങൾ കൂടിയിട്ട് ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് രാത്രി കൂർക്കം വലിയില്ല. ഒട്ടും കൂർക്കം വലിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭയങ്കര കൂർക്കം വലി ഇല്ല, ഭയങ്കര അന്യായ കൂർക്കം വലിയ. അമ്മയെ പേടിയാണോ പോലത്തെ കൂർക്കം വലിയ. ഞാൻ മറ്റേ ഇവിടുത്തെ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോകാനിരിക്കുവായിരുന്നു. മറ്റേ ഊരിയപ്നിയ മറ്റേ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മസിൽസ് ഇല്ലേ, അത് വണ്ണം കൂടുമ്പോൾ അവിടുത്തെ മസിൽസ് ഒക്കെ നമുക്ക് ലൂസ് ആകുമ്പോൾ കൂർക്കം വലി കൂടും. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ നമ്മൾ ആൽക്കഹോൾ കഴിക്കുവാണെങ്കിലും അത് സംഭവിക്കുന്ന പറയുന്നത്. അതേലും ചേർത്തില്ല മോനെ. അപ്പൊ ഞങ്ങള് പിള്ളേരുടെ ഇതിന് പോയിട്ട് ഞങ്ങളല്ല ഞാൻ അല്ലേ, കാരണം എല്ലാ പേരൻസിനും കൂടെ പോകാനുള്ള ഞാനും മോളും എസക്കുട്ടിയും വീട്ടില്. ആക്ച്വലി ലാസ്റ്റ് ബാച്ചിലുള്ള പിള്ളേരുടെ പേരൻസ് എല്ലാവരുമാണ് വരുന്നത്. അപ്പൊ ബാക്കി ഇവര് കൊടുക്കുന്നു എന്നുള്ളൂ. കുട്ടിയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുന്നില്ലേ, അപ്പൊ അവർക്ക് പൂച്ചകൾ കൊടുക്കാൻ വേണ്ടിയുള്ളതുകൊണ്ട് ഫ്ലവർ അവരാ കൊടുക്കുന്നത്. അപ്പം എല്ലാരും പോകേണ്ടവർക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്, പോകേണ്ടവർക്ക് പോകാൻ പറ്റും. നമ്മൾ നോക്കിയപ്പോഴേക്കും എല്ലാരും കൂടെ വന്ന് അവിടെ കൺജസ്റ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പോയിട്ട് പോരെ. ഓക്കെ, ഫ്ലവർ കൊടുക്കുന്നേ. പിന്നെ പാട്ട് പാടണം. പിന്നെ ചക്കിയാണെങ്കിൽ സ്റ്റേജിൽ പോണം. മറ്റേ ഇൻസ്ട്രുമെന്റ് നോക്കാം സാഹചര്യം പോലെ. പൂ എടുത്തായിരുന്നേ അവര് ഡിവൈഡ് ചെയ്യേണ്ടത്. സുവിക്ക് കൊടുത്തു. ഓക്കെ
സ്വിഗ്ഗി ഒന്ന് മറ്റേ കൊടുത്താൽ അങ്ങനെ ചക്കി റെഡി ആയിട്ടുണ്ട്. ചക്കിക്ക് നാണം വരും. പോവാം നമുക്ക്. കുട്ടീനെ ഉറക്കിയൊക്കെ എടുത്തിട്ട് അവർ എത്തിയില്ല. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഡിന്നർ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്തു. എന്നിട്ട് ടൊർട്ടില്ല അത് നമ്മൾ വൈറ്റും ഉണ്ട് പിന്നെ ഫുൾ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സോസ്, നമ്മൾ യോഗട്ടിൻ്റെ സോസ് സാധാരണ ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് വെച്ചു. എന്നിട്ട് വെജീസ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് അതിൻ്റെ ഉള്ളിലിട്ടു. എന്നിട്ട് അത് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ടോസ്റ്റ് ചെയ്യല്ലേ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്നിട്ട് അങ്ങനെ നമ്മൾ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഡിന്നറിന് പിള്ളേർക്ക് അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിള്ളേർക്കും നമ്മളെല്ലാം ഇത് തന്നെ കഴിക്കുന്നത്, സെയിം തന്നെ കഴിക്കുക. അങ്ങനെ ചക്കിയുടെയും ജോണിക്കുട്ടിയുടെയും സമ്മർ പാർട്ടി അല്ലേ, സമ്മർ പാർട്ടി കഴിഞ്ഞ് സ്കൂളിലെ പരിപാടിയായിരുന്നു. വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഫേസൊക്കെ വീഡിയോയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ പിന്നെ പ്രശ്നമാവും, അതുകൊണ്ട് എടുത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു ജോണിക്കുട്ടി? നല്ലതാണ്. എനിക്ക് കുറച്ച് ചിരി വന്നു. മറ്റേ റോസാപ്പ് കൊടുത്തു. ജോണിക്കുട്ടിയാണ് 6ാം ക്ലാസ്സിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് 7ലേക്ക് പോകുന്നവർക്കൊക്കെ ജോണിക്കുട്ടിയുടെ ക്ലാസ്സിലുള്ളവരാണ് പൂക്കൾ കൊടുത്തത് അല്ലേ. ചക്കിയുടെ 4ാം ക്ലാസ്സുകാർക്ക് പ്രത്യേകിച്ച് ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചക്കിയുടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. നാളെയാണ് ഇവർക്ക് ചക്കിക്കും ജോണിക്കുട്ടിക്കും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം അല്ലേ. നാളെ എത്ര മണിക്ക് പോകണം? ഇന്ന് എടുത്ത് നാളെ 8:30 പോകണം അല്ലേ. നാളെ 8:30 മോള് ചക്കി? 8:15 അല്ല 8:30. ഓക്കെ. ഇന്നിനെ കൊണ്ടുപോകണം. പക്ഷെ കൊച്ചിനെ മാത്രം എടുക്കുവാണെങ്കിൽ സ്വന്തം കൊച്ചിനെ മാത്രം എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി സൂം ആക്കണം. അപ്പം സ്കൂളെല്ലാം കഴിഞ്ഞ് പിള്ളേര് ഹാപ്പിയാണ് ആണോ? ചക്കിക്ക് ഇച്ചിരി വയ്യാഴിയുണ്ട് അല്ലേ, തൊണ്ടയ്ക്ക് വേദനയുണ്ട്. എനിക്ക് എക്സൈറ്റ്മെന്റ് നാളെ മറ്റേ അറിയാൻ ആരുടെയാണെന്ന്. ജോണിക്കുട്ടിക്ക് നാളെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അല്ലേ. നാളെ 8:30 സ്കൂളിൽ പോകുന്നു, 8:45 15 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് കഴിയും അല്ലേ. ഞാൻ പാട്ടില്ല കേൾക്കാൻ പറ്റിയ, പക്ഷെ ഞാൻ പാടി. എനിക്കറിയുന്ന പാട്ട് കുറച്ചറിയാൻ ഞാൻ ഒന്നും പാടിയില്ല. കുറച്ച് എനിക്ക് അറിയുന്ന പാട്ട് മാത്രമേ ഞാൻ വായിച്ചോളൂ. ചിക്കനാണോ? ചിക്കൻ്റെ ഇങ്ങനെ പറഞ്ഞത്. ആണല്ലേ. നാളെയാണ് മാളവിന്റെ സർട്ടിഫിക്കറ്റ് നാളെ കിട്ടുന്നത് എല്ലാവർക്കും. എന്നിട്ട് ഓർഡർ ഇന്നത്തെ എടുത്തോണ്ട് ഒരു 1 by 1 ആയിട്ട് ഓരോരുത്തരും വരും. എനിക്ക് പറയണമെങ്കിൽ തരണം. അതിനെക്കാട്ടിലും മുന്നേ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. സ്വപ്നം കണ്ടു പറഞ്ഞായിരുന്നു. ഇന്നിവരുടെ സ്കൂള് തീർന്നതിന്റെ പാർട്ടി കഴിഞ്ഞു. നാളെ ഇവർക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. അപ്പൊ നാളെ തൊട്ട് ഒഫീഷ്യലി ഇവരുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 2.5 മാസത്തോളം ഉണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്തോ നിങ്ങളുടെ. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ, റോൾ എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് നിങ്ങൾ ചക്കിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നോ? വൈകിട്ടാകുമ്പോ ഇച്ചിരി വയ്യായിട്ടുണ്ട്. രാവിലെ കുഴപ്പമില്ല, രാവിലെ നല്ലതെന്ന് പറയല. അപ്പൊ എന്താണ് പറയാൻ വന്നത്? ജോൺകുട്ടിക്ക് ഇച്ചിരി വയ്യായിട്ടുണ്ട് കേട്ടോ. എനിക്കില്ല, എനിക്ക് ജസ്റ്റ് ചുമയില് വിഷ് എന്നത് എഴുതിയ നിങ്ങള്? വിഷ് എഴുതിയോ? സ്റ്റോറി പറ. എന്തിനാണ് ആ വിഷ്? ഈ സമ്മറില് 2.5 മാസത്തോളം ഉണ്ട്. അപ്പോൾ നമ്മള് ഇവരോട് പറഞ്ഞ് ഇവർക്കൊരു 3 വിഷ് ഇവർക്ക് എഴുതാം. ഇവർക്ക് ഇഷ്ടമുള്ള ഒരു 3 കാര്യങ്ങൾ, നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ, ഓരോരുത്തർക്കും 3 വിഷ് വീതം നമ്മളത് നടത്തി കൊടുക്കും. ഒന്നത്. പിന്നെ രണ്ടാമത് നമ്മള് പറഞ്ഞേക്കുന്നത് നമ്മള് സ്ക്രീൻ ടൈം ഓഫ് ചെയ്യും. കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞപ്പം അത് പോസിബിൾ അല്ല. 1 hour അവർക്ക് യൂസ് ചെയ്യണം. അപ്പൊ 1 hour ഇവര് ചൂസ് ചെയ്യും എപ്പോഴാണെന്നുള്ളത്, ഏത് ടൈമാണെന്നുള്ളത്. സ്ക്രീൻ ടൈമിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം.
ഇപ്പൊ നിങ്ങളുടെ 3 വിഷിനെ കുറിച്ച് നമുക്ക് ഞാൻ സംസാരിക്കാം. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എന്റെ ആദ്യത്തെ വിഷ് 3 വിഷ് കൂടുതൽ കിട്ടാൻ. എനിക്ക് 5 വിഷ് ഉണ്ട്. അത് നിങ്ങൾ നോ പറഞ്ഞില്ലേ, നിങ്ങൾ ഓൺലി പറഞ്ഞ നടത്താൻ പറ്റുന്ന കാര്യം മാത്രമാണെന്നാ നിങ്ങൾ പറഞ്ഞ ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് 5 വിഷ് ഉണ്ട്. രണ്ടാമത്തെ വിഷ് നീഡ് ഐസ് ക്യൂബ് സ്ക്വിഷ് ചെയ്യില്ല, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. മറ്റൊരു സ്ക്വിഷ് ചെയ്യാം. എന്നിട്ട് ഡ്രസ്സ് മേടിക്കാൻ പോണത്, എന്നിട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. ഇത് 3ആണ് മാളുവിന്റെ വിഷയം. എനിക്ക് ഇനിയും ഉണ്ട്. അല്ല 3 വിഷയം നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ശരി, വളർന്നത് ആകെ 3 വിഷയം നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അത് 3ആണ് മാളുവിന്റെ. ഇനി ചക്കിയുടെ ചാൻസ്. ചക്കിക്ക് വിഷയൊന്നുമില്ല. ചക്കി വൈകാണ്ട് കഴിക്കുന്നുണ്ട്. ചക്കി നാളെ പറഞ്ഞാൽ മതി ചക്കിയുടെ വിഷസ്. ചക്കിയുടെ അടുത്ത ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചക്കിക്ക് ഇന്ന് സ്കൂളിൽ പോയി വൈകാണ്ടിരിക്കാം. പറഞ്ഞോട്ടെ, എനിക്ക് എക്സൈറ്റഡ് ആണ്. ഇത് നോ പറയാൻ പാടില്ല, പക്ഷേ പൈസ അവനൊരു ഫുൾ പിസ്സ വേണം. അത് ഓൾറെഡി അവൻ പറഞ്ഞു. അത് എന്നിട്ട് ഞാൻ തെറ്റിക്കളയൂ. എന്റെ മുന്നിലാ ഞാൻ വായിച്ചത്, നിങ്ങൾ വായിച്ചോ. 5 യൂറോ പ്ലീസ്. പിന്നെ ലൈവ് പുസ്തകത്തിൽ പോണം. പിന്നെ ഇൻഫിനിറ്റ് വിഷ്. ഇൻഫിനിറ്റ് വിഷ് അത് ഇൻഫിനിറ്റ് വിഷ് ഒക്കെ പിൽസ് പ്ലീസ് ആണ്. പിൽസ് എന്ന് എഴുതി. പിൽസ് 5 യൂറോ പിൽസ്. കുഞ്ഞു കുഞ്ഞു വിഷസ് ഒക്കെയാട്ടോ. 3 വിഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് 2 ഒക്കെ 5 യൂറോ വേണം. ലൈവ് പുസ്തകത്തിൽ പോണം. പക്ഷെ മൂന്നാമത്തത് അതൊരെണ്ണം വിഷ് ആക്കണം. അല്ലെങ്കിൽ ഇൻഫിനിറ്റി വിഷ് എന്ന് പറഞ്ഞോണ്ടൊന്നും നടക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു വിഷ് എനിക്ക് 3 യൂറോ കൂടെ വേണം. 5 യൂറോയും 3 യൂറോയും വിസിറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. എന്താല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള. ചക്കിക്ക് ഇതുപോലെ കുഞ്ഞു വിശ്വാസമൊക്കെയാണ് കയ്യിലുള്ളേ. എന്തൊരു ആശ്വാസം അല്ലേ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഓർത്തുണ്ടല്ലോ, ഭയങ്കര മാരകമായ വിഷസൊക്കെയാണ്. എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ വിഷസൊക്കെ നമുക്ക് നടത്താം അല്ലേ. അപ്പം ഇന്നലെ പ്ലാൻ ചെയ്തോലെ ഇന്ന് ചെടി മാറ്റി തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ പോസിബിൾ ആയില്ല. അതല്ലേ ചോദിക്കുന്നത്. സ്ക്രീൻ ടൈം മാളുവിന് ഏതൊക്കെ ടൈമാണ് 1 മണിക്കൂർ വേണ്ടത് നാളെ? കാരണം വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ യാത്രയായിരുന്നു, ഫുൾ ആക്റ്റീവ് ആയിട്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2.5 മാസം നാട്ടിലായിരുന്നു. അപ്പം ഫോണൊന്നും അങ്ങനെ നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പ്രത്യേകിച്ച് പുറത്തെവിടെയൊക്കെ യാത്രയില്ലാത്തത് കൊണ്ട് ഇവർ വീട്ടിൽ തന്നെ ആകുമ്പോൾ കൂടുതൽ ടൈം ഫോണിലിരുന്ന് കഴിയുമ്പോഴേക്കും പിന്നീട് അത് മാറാൻ ഭയങ്കര പാടാണ്. അല്ല ഇല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ പോലും സ്ക്രീനിൽ കയറരുത്. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യാനുള്ളൊരു ഒരു ദിവസം ജോണിക്കുട്ടിയുടെ ടൈം പറ. ജോണിക്കുട്ടിക്ക് എനിക്ക് 1 അവർ മറ്റേ ഏത് ടൈമിലാണ് വേണ്ടേ? ഇല്ലില്ല, 1 അവറേ ഉള്ളൂ. ജസ്റ്റ് 1 അവറാണ് മാളൊരു 2 അവർ കൊടുക്കുന്നുണ്ട്. നിന്റെ പ്രായത്തിലുള്ള എല്ലാവരും ആക്ച്വലി 1 അവർ എടുക്കാവുള്ളൂ. അന്നെങ്കിൽ ഞാൻ 30 മിനിറ്റ്സ് ഒരു ദിവസത്തിൽ മറ്റേ 30 മിനിറ്റ്സ് സമയം 4 മണിയുടെ കൊഹത്തിലത് 3 മണിയുടെ 3 മണിയിൽ ഞാൻ കോളമേ ആവുമ്പോ ഞാൻ മറ്റേ ഹാഫ് ആൻ അവർ എടുക്കും. പിന്നെ എന്നിട്ട് മറ്റേ ഹാഫ് ആൻ അവർ മറ്റേ കൂസിക്ക്. ഓക്കെ, 3 മണിക്കും ആഫ്റ്റർ, അതായത് നമ്മൾ ലഞ്ച് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കോൾമയ്ക്കും കൂസിക്കുമാണ് ജോൺകുട്ടിക്ക് ഹാഫ് ആൻ അവർ വേണ്ടത്. 3 മണിക്കും 6 മണിക്കും. 3 മണിക്ക് ഹാഫ് ആൻ അവർ, 6 മണിക്ക് ഹാഫ് ആൻ അവർ. ഓക്കെ, മമ്മിയുടെ ഒരു സജഷൻ പറയട്ടെ. അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നമ്മള് മോർണിംഗ് ബെഡും കാര്യങ്ങളും നമ്മുടെ റൂം അറേഞ്ച് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞോടത്തൊരു ഇച്ചിരി നമ്മൾ അതെല്ലാം തിരിച്ച് കയറ്റി വെക്കാനൊക്കെ ആയിട്ടൊന്ന് ടൈം ഇച്ചിരി സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഹാഫ് ആൻ അവർ എടുത്തിട്ട് പിന്നെ കളിക്കാനൊക്കെ പോയി പിന്നെ നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ആഫ്റ്റർനൂൺ ഒരു ഹാഫ് ആൻ അവറും കൂടെ. അതെങ്ങനെ ഉണ്ടാവും? അതായത് ലഞ്ചിന് മുന്നേ ഒരു ഹാഫ് ആൻ അവറും ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവറും. അത് ഓക്കെ ആണോ? ഓക്കെ. ജോൺകുട്ടിയുടെ അപ്പൊ ചെറിയതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആ 3 6 എന്നുള്ളത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി.
ഓക്കെ. മാളുവിന് മാളുവിന് 2 hour പറഞ്ഞിരിക്കുന്നത് മാക്സ്. എനിക്ക് 10 മണിക്ക് നാളെ ഇന്ന് ഉപയോഗിക്കാം. ചക്കിയുടെ ടൈം പറഞ്ഞു മോനെ. ചക്കിക്ക് 1 hour ചക്കിക്ക് എപ്പോഴാ വേണ്ടേ? ചക്കിക്ക് ഇന്നൊന്നും അതിനെ കുറിച്ച് മൂടില്ല. പിന്നെ 3 മണിക്ക്. സോ എനിക്ക് അല്ല കാർഡക്ഷൻ ആവുമ്പോ യുഡക്ഷൻ പിന്നെ കാർഡക്ഷൻ ഓർത്ത് നോക്ക. അപ്പൊ ഞാൻ യുഡക്ഷൻ രാത്രിയില് പിന്നെ യുഡക്ഷൻ മറ്റേ രാവിലെ അല്ല അതുപോലെ ചെയ്യാൻ പാടോ? ഇല്ല, ബിഫോർ ബെഡ് ടൈം എന്തായാലും ചെയ്യത്തില്ല. നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട 6 മണിക്ക് മുന്നേ നമ്മള് സ്ക്രീൻ ടൈം എല്ലാം കഴിയും. 6 മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സ്ക്രീൻ ടൈം വെക്കില്ല. ഏതെങ്കിലും ദിവസം ഫുൾ ഫാമിലി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൂവി വേണമെങ്കിൽ മൂവി ടൈം വെക്കും. ഏതെങ്കിലും ഇല്ല, നമ്മുടെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല. മൂവി ടൈം മാത്രമേ നമുക്കുള്ളൂ. സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് 6 മണിക്ക് മുമ്പുള്ള ഏതെങ്കിലും 1 hour അത്രേ പറ്റത്തുള്ളൂ. നമ്മൾ ഏറെക്കുറെ ടൈമിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളും അൺലിമിറ്റഡ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ സമയത്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. കാരണം ഈ വെക്കേഷൻ ഇവരുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വർത്തായിട്ട് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം മെയിൽ ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വേറെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈം പീരീഡിലായിരിക്കും നമ്മളും ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ നമ്മൾ എല്ലാ ഫാമിലിക്ക് എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതായത് ഫോണും കൊണ്ട് നമ്മളും നടക്കത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ തീരുമാനം എടുത്തേക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മൈക്കെല്ലാ പ്രാവശ്യം നാട്ടിൽ വെക്കേഷനൊക്കെ ആയിട്ട് ഫുൾ 1 മാസം നമ്മൾ പുറത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇവരോട് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തത്. കാരണം അല്ലെങ്കിൽ ഫുൾ ടൈം എൻഗേജ് ആവും. ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ ഡീടോക്സിഫൈങ് എന്നാന്ന് പറയുന്നത്, അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുകളില്ല. അതായത് നമ്മൾ ഈ സ്ക്രീനും ഇങ്ങനത്തെയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളിൽ ടൂ മച്ച് എൻഗേജ്ഡ് ആയിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയത്തില്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വേഗം പോയി അതങ്ങ് സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് കാര്യം നടക്കും. ആ കാര്യം ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കൊള്ളാം, ഇത് ചെയ്യണം, പ്ലാൻ ചെയ്ത് സേവ് ചെയ്തിടും. ഇച്ചിരി കഴിയുമ്പോഴേക്കും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ഇത് കൊള്ളാം, ഇത് സേവ്. അവസാനം 1-2 മണിക്കൂർ സ്ക്രോൾ ചെയ്തിട്ട് കഴിയാനായിട്ട് ഒന്നുമില്ല. അത്രയും സമയം പോയത് മാത്രം. ഷോർട്സിന് പ്രത്യേകത ഭയങ്കര അപകടം അത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ ഒരു ഇത് നമ്മളും വിചാരിച്ചു അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരണം. കാണേണ്ട കാര്യം നമ്മൾ ചൂസ് ചെയ്യണു, കാണേണ്ട കാര്യം നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടൈം ഫാമിലിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തേക്കണ തീരുമാനം. ഓക്കെ, പിന്നെ സമയം പോലെ എവിടെയെങ്കിലൊക്കെ കുഞ്ഞു യാത്രയ്ക്കൊക്കെ സമയം പോലെ ചെയ്താൽ മാത്രം. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞു നിമിഷങ്ങളൊക്കെ ഡെയിലി പറ്റുന്ന പോലെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയില് കാണാം. ബൈ ബൈ. ചാറ്റ എടുത്തേ.